അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ദൈവവേദലെ മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം
ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്വരിച്ച് നീക്കുവാമേ. ഈ ദിവസങ്ങളൊക്കെ പഴങ്കഥകൾ പറയുകയാണ്. ഇത് 88 ഒരു പള്ളിയിലിരിക്കുകയാണ്. ആ പള്ളിയുടെ പേരൊന്നും പറയണില്ല. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകും. ഞാൻ ആ പള്ളി ഇരിക്കുമ്പോൾ ഞാനത് അന്ന് കുറച്ച് അവശനാണ്. എന്ന് വെച്ചാൽ ഇന്ന് അവശനല്ലെന്നൊന്നും പറയണില്ല, ഇന്ന് ഇത്തിരി അഭിഷേകമുണ്ട് അവശനാണെങ്കിൽ. അപ്പോൾ അന്നെന്ന് പറയണത് അത്രയും അഭിഷേകമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് വർക്കിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കന്യാസ്ത്രീയുണ്ട്, അടുപ്പമുള്ള വെച്ചാൽ അവർ ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർ ആയതാണ്, ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. അപ്പോൾ എന്നോട് പറയും, എൻ്റെ കൊച്ചച്ച എന്നാ കോലമാണിത്. അപ്പോൾ എനിക്ക് ഞായറാഴ്ച 2 കുർബാന, പിന്നെ കാറ്റഗിസം, പിന്നെ കുറേ സംഘടനാ മീറ്റിംഗ് എല്ലാം കൂടി വന്നിട്ട് ഞാനൊരു 12:30 ആകുമ്പോൾ ഇങ്ങനെ വല്ലാത്ത രീതി തളർന്നു പോകും. അപ്പോൾ എന്നോട് പറയും, ഊണ് കഴിക്കണം ഞാൻ മടത്തിൽ ചെന്ന്. അപ്പോൾ മടത്തിൽ ചെല്ലുമ്പോൾ ആ കന്യാസ്ത്രീ എനിക്കൊരു സൂപ്പ് തരും, പ്രത്യേകം ഉണ്ടാക്കിയ നല്ല സൂപ്പാണ്, കുറച്ച് ബലം കിട്ടും. അപ്പോൾ ഒരു ദിവസം ഞാൻ കന്യാസ്ത്രീയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അമ്മ ഇരുന്നുകൊണ്ട് ഇല തിന്നുകയാണ്. അതൊരു ഒരു ചെടിയുടെ ഇല തിന്നുക. അപ്പം അവർ പോർട്ടിക്കോയിൽ വരാന്തയിൽ കസേര വരച്ചിട്ട് ഈ അതിൻ്റെ മുകളിൽ വരാന്തയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിച്ചെടിയുണ്ട്. അമ്മേന്നാണ്ട് ഇല പിറക്കി തിന്നണത്. അപ്പം ഞാൻ ചോദിച്ചാൽ, അമ്മ ഇത് എന്നാ ഇലയാണ് ഇത്? അപ്പം എന്നോട് ചക്കരകൊല്ലി ഇലയാണ് അച്ഛാ ഇത്. എന്തിനാണ്? എനിക്കിത്തിരി ലേശം ഷുഗറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചക്കരകൊല്ലി ഇല തിന്നുകയാണ്. അത് ഓക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ഇങ്ങനെ ഷുഗറുകാർക്ക് ചക്കരകൊല്ലി ഇലയൊക്കെ തിന്നാ. പഴയ തലമുറ അങ്ങനെ കഴിച്ചിരുന്നു, ഇപ്പം കഴിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം ഷുഗറുകാർക്ക് ഇപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഈ മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിക്കുകയല്ലേ. ഏതോ ഒരു മാസികയിൽ മധുരക്കിഴങ്ങ് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോൾ പലയിടത്തും ഞാൻ കണ്ട് മധുരക്കിഴങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ട് ഷുഗർകാർ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമോ ചെയ്യട്ടെ, നല്ലതായിരിക്കും. അപ്പോൾ അത് കാലം മാറിയപ്പോൾ ഒരു ഐറ്റം വന്നതാണ്. വേറെ റിസോർട്ട് വെച്ചാൽ ഈ കന്യാസ്ത്രീയുടെ അടുത്ത് ഞാൻ വേറെ ദിവസം ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അന്നൊരു അടിയുന്ന ഏതോ കന്യാസ്ത്രീയുടെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ. അപ്പം ഈ അമ്മ ഹലുവായും ലഡുവും തിന്നണം. എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പം ഒരാൾ തന്നെ പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾ 2 സമയത്ത് ചെയ്യുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. നല്ല പ്രായമുള്ള കന്യാസ്ത്രീയല്ലേ, എന്നോട് വേണം വലിയ ഇഷ്ടമാണ്. മക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ഇത് ഒരു രസത്തിന് ഇൻഫർമേറ്റീവാണ്. ഇൻഫർമേറ്റീവ് അല്ല, ഇതിലൊരു വചനമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഐസയ 64:6 നോക്കിയേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? അതാണ് വിഷയം. ഈ പുണ്യവും പാപവും ഒരുമിച്ച് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഈ ലഡുവും ചക്കരവള്ളി ഇലയും കൂടി ഒരുമിച്ച് കഴിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്താണ് കാര്യം? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. സൽപ്രവൃത്തികളാണ് ചെയ്യണതെങ്കിൽ എന്താ പറ്റി? പാപം പുണ്യത്തിൻ്റെ കൂടി പാപം കാരണം ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പം അതിൻ്റെ കുഴപ്പം എന്താണ്? ആ രക്ഷയെ അത് ബാധിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം പാപം പുണ്യം, ഇപ്പം പാപം ചെയ്തിട്ട് അതുകൊണ്ട് പുണ്യം കൊണ്ട് അതിനെ മറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലേ വിമണി പാടായിരിക്കും. ആഘോഷനും തോന്നിയവാസവും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂതാശകൾ വെട്ടിമുറിച്ച് വീട്ടിൽ പോയി നിൽക്കുകയും ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചാലേ പിന്നെ എന്തെങ്കിലും ആതുര സേവനവും കിട്ടുന്ന ശമ്പളം കൊണ്ട് പാദം കൊടുക്കാവുന്ന അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാലേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ത് പറ്റുമോ? അതിനെ മല്ലമായ വസ്ത്രങ്ങൾ പോലെയാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഓക്കെ അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പം പുണ്യമായിട്ട് തന്നെ പോകാൻ നോൻപ് കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാപപ്രവർത്തികളുടെ എണ്ണം കുറച്ചില്ലായ്മ ചെയ്യണം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കർത്താവിനെയും നിർത്തിയതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഹസ്ബൻഡ് സജിത്ത്. ഞാൻ 14/6/2025 ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ആവശ്യ സംബന്ധമായാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത്. ആൾ റൊമാനിയയിലായിരുന്നു, ഷെഫായിരുന്നു. അപ്പോൾ റൊമാനിയയിൽ ചെന്നപ്പോൾ ആൾക്ക് ലാംഗ്വേജ് പരമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ റൊമാനിയൻ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. ആൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഡ്യൂട്ടി സമയത്ത് ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ജോലിയെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ദിവസവും വിളിക്കുമ്പോൾ എന്നും ഇങ്ങനെ പരാതി പറച്ചില്ല, എനിക്ക് വയ്യ, എനിക്ക് നിർത്തി, ഞാൻ പോരും, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ആളുടെ കോള് വരുമ്പോഴത്തേനും നമുക്ക് ദൈവമേ ഇന്ന് എന്ത് പറയാനാണ് വിളിക്കുന്നത് എന്നുള്ളൊരിതായി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തി പോരുക, അല്ലാണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിൽ അവിടെ ചർച്ചിൽ പോയി ആൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലായിരുന്നു. ചർച്ചിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, അതുപോലെ യൂട്യൂബിൽ പ്രാർത്ഥന കേൾക്കുന്ന സമയത്താണ് കൃപാസനത്തിലെ ഒരു സാക്ഷ്യം ആളുടെ ഫോണിൽ കാണുന്നത്. അത് കാണാൻ കാരണം എന്നാന്ന് വെച്ചാൽ ആളുടെ ഒരു സ്കൂൾ മേറ്റിൻ്റെ സാക്ഷിയായിരുന്നു. അയാളെ കണ്ടുകൊണ്ട് ആൾ ആ സാക്ഷ്യം കേട്ടതാണ്. കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ അറിഞ്ഞത്. അപ്പോൾ ആൾ വേഗം യൂട്യൂബിൽ വീണ്ടും സെർച്ച് ചെയ്ത് മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയുകയും എന്നോട് അത് പറയുകയും ചെയ്തു. എന്നിട്ട് ആൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്കും പ്രാർത്ഥനയൊക്കെ അയച്ചു തന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ആൾ ഓൺലൈൻ ഉടമ്പടിയിലും ഞാൻ അല്ലാണ്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ആ ജോലിയിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല. ആളോട് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ജോലി ചെയ്യുന്ന അവർ റൊമാനിയൻസ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ റഫായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അതൊക്കെ അങ്ങ് മാറി. പിന്നീട് അവർ സ്നേഹത്തോടെ ആയി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജോലിയിൽ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. പിന്നീട് പുള്ളി ജോലിയുടെ കാര്യങ്ങൾ വേറെ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇരുന്നു. പിന്നെ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായി. ആ സമയത്താണ് ഞാൻ എൻ്റെ വീട് മോറ്റയാണ്. അവിടെ പോയിട്ട് വീട്ടിൽ 2 മാസം നിന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, തൻ്റെ തൊണ്ടയിലൊരു തടിപ്പ് പോലെ കാണുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ നാത്തൂനും എൻ്റെ ഫ്രണ്ടും കൂടെ താങ്ങി പിടിച്ചാൽ കൊണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പേടിച്ചു പോയി, എന്ത് പറ്റി, എന്താ ഇങ്ങനെ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഇവർക്ക് പേടിയാണ് ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ചെറിയൊരു തടുപ്പുണ്ട്, നമുക്ക് ആദ്യം ഇത് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ ടെസ്റ്റ് ചെയ്യാം, ആദ്യം പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി വലിയ മുഴയാണ്. അപ്പോഴത്തേനും ഞാൻ ആദ്യം കേട്ട വഴി ഞാൻ അവശതയായി, ആകെ ഇതായി. അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞു തൈറോയിഡിൻ്റെ ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഉടനെ തന്നെ ക്യാൻസർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാത്തും പറഞ്ഞു ഞങ്ങൾ എന്നാൽ പുറത്ത് ചെയ്യട്ടെ, ഒരുപാട് താമസം വന്നാലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, ഒരുപാട് താമസം വന്നാൽ പുറത്ത് ചെയ്യട്ടെ എന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറത്തൊന്നും ചെയ്യണ്ട, കൂടി വന്നാൽ 3 ദിവസം അതിനുള്ളിൽ അവർ വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നോക്കി നിൽക്കുകയാണ്. വിളിക്കുന്നത് നോക്കി ദിവസങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവർ വിളിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോൾ ഡോക്ടർ ആദ്യം തൈറോയിഡിൻ്റെ ആണെന്ന് പറഞ്ഞ് ഒന്ന് പിടിച്ച് നോക്കിയിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് ഒന്നോടെ പിടിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ എന്നോട് ഡോക്ടർ പറഞ്ഞു നീ ഇത് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അഥവാ എന്ത് അസുഖമാണെങ്കിലും അതിന് ചികിത്സയുണ്ട് കേട്ടോ, മരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഇത് കേട്ടതും എനിക്ക് മനസ്സിലായി എനിക്കെന്തോ ക്യാൻസറാണ് എന്നുള്ളൊരു എനിക്ക് അങ്ങനെ ഒരു സൂചന എനിക്ക് ഡോക്ടർ തന്ന പോലെ തോന്നി. അപ്പം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാത്ത കാരണം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്ന് ഹോസ്പിറ്റലിൽ തിരക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തിരക്കാണ്, അതുകൊണ്ടാണ് വിളിക്കാത്ത, എമർജൻസി ആയിട്ടുള്ളതൊക്കെ ആദ്യം ചെയ്യുകയാണ്, വിളിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ അന്വേഷണമൊന്നും പോയില്ല. ഞാനിവിടെ വന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരാൻ നോക്കി നിൽക്കണ്ട, നീതു ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്, നീതു വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കാൻ വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. 3 മാസമായി, 3 ദിവസത്തിനുള്ളിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് 3 മാസമായിട്ടും അവരെന്നെ വിളിച്ചില്ല.
ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് 2 ചെറിയ പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, അവർ തീയും വെള്ളവും ഒന്ന് തിരിച്ചറിയുന്നോടം വരെയെങ്കിലും എനിക്ക് ജീവിക്കണം. അവർ മുഷിഞ്ഞ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്നതും അലക്ഷ്യമായി മുടിയിട്ട് സ്കൂളിൽ പോകുന്നതൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിക്കണം മാതാവേ, എനിക്കൊന്നും വരുത്തല്ലേ. അത് തന്നെയല്ല, എനിക്ക് ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലർ എല്ലാം അലർജിയാണ്. ഡെലിവറി സമയത്ത് വെറും പാരസെറ്റാമോൾ മാത്രം കഴിച്ചാണ്, എനിക്ക് പാരസെറ്റാമോൾ മാത്രം, ഒരു മരുന്ന് പോലും എനിക്ക് കഴിക്കാൻ വയ്യ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ ഓപ്പറേഷൻ ചെയ്യല്ലേ, എനിക്ക് മരുന്ന് കൊണ്ട് തന്നെ മാറണേ. 3 മാസമായിട്ടും ഒരിതുമില്ലാണ്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാം വഴക്ക് പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും പോയി ടെസ്റ്റ് ചെയ്യുക, ഇനി അവിടെ നിന്ന് വിളിക്കുന്നത് നോക്കണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ക്യാൻസർ ടെസ്റ്റിന് ചെക്ക് ചെയ്തു, റിസൾട്ട് വന്നു. ഞാൻ അതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, ഓപ്പറേഷനും ചെയ്യണ്ട, ഒരു മരുന്ന് പോലും കഴിക്കണ്ട എന്ന് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ മാതാവ് എന്നോട് ഞാൻ ആദ്യം പോയി കണ്ട ഡോക്ടർ നല്ല ഡോക്ടറാണ്, ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടറാണ്, എല്ലാവർക്കും നല്ല വിശ്വാസം. അപ്പോൾ ആ ഡോക്ടർ അത്രയും ഉറപ്പോടെ എന്നോട്, നീതു എന്തുണ്ടെങ്കിലും മരുന്നുണ്ട് കേട്ടോ എന്ന് അത്ര ഇതോടെ ഡോക്ടർ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ക്യാൻസർ ആയിരിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് എനിക്ക് മാറ്റി തന്നു. പിന്നീട് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വേറെ 2 മെയിൻ നല്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന് നോക്കി. അപ്പോഴും ആ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, മരുന്ന് പോലും കഴിക്കേണ്ട, അതങ്ങ് മാറിക്കോളും. തനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടോ സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമോ നോക്കുമോ എല്ലാം ചെയ്താൽ മതി, അല്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഹസ്ബൻഡ് എനിക്ക് വയ്യാണ്ട് വന്നപ്പോൾ ജോലി അവിടെ നിന്ന് നിർത്തി നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ 2 പേരും കൂടെയാണ് ആ ഹോസ്പിറ്റലിലൊക്കെ പോയത്. പിന്നീട് ഞങ്ങൾക്ക് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുത്തു. ജോലിക്കാരുമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള വിഷയം. ഇൻ്റർവ്യൂ ഒക്കെ വന്ന് കൈ കിട്ടിയിട്ട് തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. ഷോർട്ട് ലിസ്റ്റ് ഇട്ടേക്കുവാണ് എന്നൊക്കെ പറയും. തിരിച്ച് റിപ്ലൈ ഒന്നും കാണാത്ത കാരണം അങ്ങോട്ട് മെയിൽ അയക്കുമ്പോൾ അവർ പറയും സോറി. അങ്ങനെ ഒരു 10-15ഓളം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അറിയാം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകണം, അവരുടെ ഫീസ്, ഓട്ടോ ഫീസ്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നടക്കണം. അപ്പോൾ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ജോലിക്കാരിയൊക്കെ ഒന്ന് ശരിയാവണേ, വളരെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി പോലും ശരിക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എന്ന് പ്രാർത്ഥിച്ച് പിന്നീട് മാലിദ്വീപിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് അയച്ചു തന്ന് അത് സൈൻ ചെയ്ത് അയച്ചു. പിന്നീട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പേപ്പർ കൂടി കിട്ടണം, അത് കിട്ടുന്നില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് വരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് മെയിൽ അയച്ച് ചോദിച്ചു, പറഞ്ഞു ഇവിടെ നൊയമ്പൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി താമസം വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായി വരികയാണ്, ജോലിയില്ല, ആ അവസ്ഥയിൽ വരികയാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. അതിൽ അച്ഛൻ പറഞ്ഞു 7 എന്ന നമ്പർ ഗോൾഡൻ ലെറ്ററിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കേട്ടു. ഹസ്ബൻഡ് അത് ഉള്ളി കേട്ട് ശരിക്കും പ്രാർത്ഥിച്ച്, ഞാൻ ജസ്റ്റ് കേട്ടു, അങ്ങനെ എഴുതിയോളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, 7 എന്നൊരു നമ്പറിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഈ 7-ാം തീയതി ആയപ്പോഴേക്കും ആൾക്ക് വർക്ക് പെർമിറ്റ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞു 7-ാം തീയതി എന്നൊരു ഇത് പറഞ്ഞില്ലേ, എനിക്ക് അന്ന് തന്നെ വന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വന്ന ആളത് സൈൻ ചെയ്തു. ഈ ഞായറാഴ്ച ആൾ മാലിദ്വീപിലേക്ക് പോവുകയാണ്. പിന്നീട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് എല്ലാം അലർജിയാണ്, ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലർ എല്ലാം അലർജിയാണ്, ഡസ്റ്റ് അലർജിയാണ്, ഷെൽഫ് ഫുഡ് എല്ലാം അലർജിയാണ്. ഒന്നും എനിക്ക് കഴിക്കാനോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാനൊരു ടീച്ചറാണ്, എനിക്ക് ചോക്കിൻ്റെ പൊടി അലർജിയാണ്, മാസ്ക് വെച്ചാണ് ഞാൻ ബോർഡിൽ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് അലർജിയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 5 വർഷമായിട്ട് ഞാൻ രാത്രി മോണ്ടക് എന്ന അലർജിയുടെ ഗുളിക കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്.
ഒരു ദിവസം ചിലപ്പോൾ അത് മേടിക്കാൻ മറന്നുപോയി എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് വന്ന ഒരു രാത്രി 2 മണിയാകുമ്പോഴത്തേനും ഞാൻ എഴുന്നേക്കും. എൻ്റെ നെഞ്ചിലിരുന്ന് പ്രാവ് കുറുകും പോലെ കുറുകും. ശ്വാസം എടുക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും. എൻ്റെ കണ്ണും മൂക്കും ഒക്കെ ചൊറിഞ്ഞ് വല്ലാണ്ട് വീർക്കും. നേരം വെളുത്ത് മെഡിക്കൽ സ്റ്റോർ തുറക്കുന്നതോടെ വരെ ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസവും ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പം 6 മാസമായിട്ട് ഞാൻ ആ ഗുളിക ഉപയോഗിക്കുന്നില്ല. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു. എനിക്ക് ഷെൽഫ് ഫുഡ് അലർജി എന്ന് വെച്ചാൽ ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ അടുത്ത് നിന്നാൽ മതി. ആ സ്മെല്ല്, അതിൽ നിന്ന് വരുന്ന ആ സ്മെല്ല് അടിക്കുമ്പോൾ ഉടനെ എന്നെ ശ്വാസം മുട്ടിയിട്ട് എനിക്കൊന്നും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ മരുന്നെടുക്കേണ്ട അവസ്ഥയാണ്. ഒരു ആഹാരം വേവിക്കുമ്പോൾ പോലും എനിക്ക് അടുത്ത് നിൽക്കാൻ പറ്റാത്തതായിരുന്നു. ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ മാസ്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടവൽ വെച്ച് കെട്ടിയായിരുന്നു ചെമ്മീനൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, മാസ്കും വെക്കേണ്ട ഒന്നുമില്ല. ഞാൻ ധൈര്യമായിട്ട് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തതാണ്. പിന്നെ കല്യാണത്തിന് ശേഷം കുഞ്ഞുങ്ങളായതിനു ശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അവർ 2 പേരെ സ്കൂളിലായപ്പോൾ ഞാൻ പിന്നെ പയ്യെ ജോലിയിലേക്ക് നോക്കാം എന്ന ഇതായി. പക്ഷേ 8 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് വന്നായിരുന്നു എനിക്ക് ജോലിയൊക്കെ കിട്ടാൻ. B.Ed എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു ഇതായതുകൊണ്ട് ടീച്ചിങ് ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കൊരു ജോലി കിട്ടണം. ഹസ്ബൻഡും പ്രാർത്ഥിച്ചു, നീതുവിനൊരു ജോലി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ അവിടെയൊക്കെ ബയോഡേറ്റ കൊടുത്തിരുന്നു. അങ്ങും വിളിക്കുന്നില്ല. ഒരു ദിവസം എനിക്കൊരു കോള് വന്നു, നീതു അല്ലേ, ഞങ്ങൾ ഇങ്ങനെ തകഴിന്ന് വിളിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ തകഴി സ്കൂളിലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ബയോഡേറ്റ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ബയോഡേറ്റ ഒന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞ് നമ്പർ കിട്ടി. നമ്പർ ഒരാളോട് മേടിച്ച് വിളിക്കുവാണേ, ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്, നീതു വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കൊരു ജോലി അവിടെ കിട്ടി. ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോഡേറ്റ പോലും കൊടുക്കാണ്ട് എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് പരിശുദ്ധ അമ്മ എനിക്കൊരു ജോലി തന്നു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത്, ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുമായിരുന്നു. പിന്നെ തമിഴ് പത്രം മേടിച്ച് ഞങ്ങൾ വേളാങ്കണ്ണി അവിടെ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ തമിഴ് പത്രം മേടിച്ച് എടത്തുവ പള്ളിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ തമിഴ് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും, തീർത്ഥാടകർ വരും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവർക്ക് പത്രം കൊടുത്ത് അവരുടെ ഫുള്ള് യൂട്യൂബൊക്കെ എടുത്ത് കാണിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ കാണിച്ച് തമിഴ് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മലയാളം പത്രം മേടിച്ച് ഞങ്ങൾ വീടുകളിലാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയാണ് ഞങ്ങൾ കൊടുക്കാറ്. കൂടുതലും കൈകൊണ്ട് എഴുതിയാണ് കൊടുക്കാറ്. പിന്നെ ഇടയ്ക്കൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. എങ്കിലും കൂടുതലും ഞങ്ങൾ കൈകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പത്രത്തിൻ്റെ ഒപ്പം ക്ലിപ്പ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് മാത്രമേ ഞങ്ങൾ പത്രം കൊടുക്കാറുള്ളൂ. അഥവാ പത്രം വേണ്ട എന്ന് പറയുന്നവരോട് ദേഷ്യമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയി കളയുന്നതിലും നല്ലതല്ലേ. പിന്നെ ഒരു പ്രാവശ്യം പത്രം കൊടുത്തവർക്ക് വീണ്ടും ഞങ്ങൾ കൊടുക്കാറില്ല. തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തീർത്ഥാടക പള്ളികളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടവക പള്ളികളിലല്ല, തീർത്ഥാടക, അവിടെ പലയിടത്തുനിന്ന് ആളുകൾ വരുന്നതല്ലേ. അങ്ങനെ ഒരു ദിവസം തൊടുപുഴ മുതലക്കുടം പള്ളിയിൽ, എൻ്റെ വീട് മോറ്റിയാണ്, ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ഇവിടുന്ന് 4 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് ഞങ്ങൾ മുതലക്കുടം പള്ളിയിൽ പോയി. അവിടെ 4 കെട്ട് പത്രവും ഞങ്ങൾ വിതരണം ചെയ്തു. അതിൽ ഒരാൾ മാത്രമേ മാതാവിനെ അറിയത്തില്ല. ആദ്യമായിട്ട് മാതാവിനെ കുറിച്ച് കേൾക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മാതാവിനെ അറിയുന്നവരാണ്, കൃപാസനത്തെ അറിയുന്നവരാണ്, യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന കാണുന്നവരാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അറിയാത്തവരെ അറിയിക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ദിവസം ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഉടമ്പടി എടുക്കാത്ത ഒരു വീട് പോലും കാണത്തില്ല എന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, 10 വർഷമൊന്നും വേണ്ട, ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേനും ഉടമ്പടി എടുക്കാത്ത ഒരു വീട് പോലും കാണത്തില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അറിയാത്തവരെ നമ്മൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് അറിഞ്ഞവരെ ആഴപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പം മാതാവിനെ അറിയുന്നവരോട് കൂടുതലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാതാവിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പത്രം കൊടുക്കാവുള്ളൂ. ചിലർ പത്രം മാതാവിൻ്റെ പത്രമാണ്, ഇതിന് മേടിക്കാണ്ട് പോയാൽ എന്തെങ്കിലും ദോഷം കിട്ടിയാലോ എന്ന് ഓർത്ത് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാത്ത. അവരോട് ഞാൻ പറയും, ഞാൻ ഈ പത്രം തരുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പത്രം തരൂ എന്ന് പറഞ്ഞ് പത്രം കൊടുക്കാറ്.
പിന്നെ ഞങ്ങൾ സാക്ഷിയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിലുള്ള അച്ഛൻ്റെ ആരാധനയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഓർഫണേജ്, ആദ്യം ഞങ്ങൾ അമ്മമാരുടെ ഓർഫണേജിൽ പോയി അവിടെ അമ്മമാർക്ക് ആവശ്യമായ ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ, അമ്മമാർ കിടപ്പിലായവരൊക്കെയാണ്, അവർക്ക് സോപ്പ്, ലോഷൻ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് കൂടുതൽ. അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ അമ്പലപ്പുഴ അച്ഛന്മാർ, പ്രായമായ അച്ഛന്മാരെ നോക്കുന്നവരുണ്ട്, അവിടെയും പോയി ഫുഡിനുള്ള സാധനങ്ങളും അവർക്ക് നിത്യോപയോഗ സാധനങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഞങ്ങൾ കഴിയുന്ന, ഒരുപാടൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഈ 6 മാസം ജോലി ഇല്ലാണ്ടിരുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ, എന്നോടൊരു ദിവസം ഹസ്ബൻഡ് എന്നെ ജോലിക്ക് കൊണ്ടുവിടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പത്രം വാങ്ങി കൊടുക്കാൻ പോലും പൈസ ഇല്ലല്ലോ നീതു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങളൊരു മാതാവേ, നിൻ്റെ പത്രം വാങ്ങാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മിക്ക ദിവസം എടുത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ പോയിരുന്നൊരു കൊന്ത ചൊല്ലിയിട്ട് വരും. 3 പ്രാവശ്യം ഞങ്ങൾക്ക് എടത്തുവ പള്ളിയിലിരുന്ന് കൃപാസനം പത്രം ഓരോ കെട്ട് വെച്ച് 3 പ്രാവശ്യം, പൈസ ഇല്ലാത്ത സമയത്ത് 3 പ്രാവശ്യം ഞങ്ങൾക്ക് 3 കെട്ട് പത്രം കിട്ടി. ആ പത്രം ഞങ്ങൾ അപ്പോൾ തന്നെ വീടുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും കൊടുത്തിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോയുള്ളൂ. പിന്നെ വണ്ടാനം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ വാർഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആളുകളെന്ന് വെച്ചാൽ അവരെ ആരെയും നോക്കാനില്ലാത്തവരാ, ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നവരാ. വാർഡിൽ കയറുന്ന ഉള്ളിടത്തൊക്കെ ആളുകളൊക്കെ ഉള്ളവർ, അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആരും നോക്കാനില്ലാത്ത ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നവരാ. അവരെ പോയി കണ്ട് അവരോട് മാതാവിനെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുകയും ഞങ്ങൾ ചെയ്തു. പിന്നെ ആർക്ക് വയ്യ എന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞില്ലേലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ആത്മീയപരമായ ഞങ്ങളുടെ വളർച്ച എന്ന് വെച്ചാൽ, ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയൊന്നും ചൊല്ലാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ കൊന്ത ചൊല്ലാൻ പഠിച്ചു. യൂട്യൂബ് വെച്ച് ഒപ്പം തന്നെ കൊന്ത ചൊല്ലി അങ്ങനെ ഞാൻ പഠിച്ചു. പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിനെ ഞാൻ പഠിപ്പിച്ചു. ഇപ്പോൾ എല്ലാ ദിവ്യരഹസ്യങ്ങളും ഞങ്ങൾക്ക് കാണാപ്പാടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ബുക്കിൻ്റെ ഒന്നും സഹായം വേണ്ട, യൂട്യൂബിൻ്റെ സഹായം വേണ്ട, ഞങ്ങൾ തന്നെ കൊന്ത ചൊല്ലും. പിന്നെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു കൊന്ത ഫുള്ള് ഞങ്ങൾ ചൊല്ലാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഒരിക്കലും മുടങ്ങിയിട്ടില്ല. അച്ഛൻ്റെ ആരാധന ഞങ്ങൾ ഒരിക്കലും മുടക്കിയിട്ടില്ല. അത് ഷെയർ ചെയ്യാനും മറക്കില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ ജോലികളൊക്കെ വേഗം ഒതുക്കിയിരുത്തി ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ ആത്മീയപരമായ ഞങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിച്ചു. പിന്നെ ദൈവത്തെ ഉടമ്പടി എടുത്തതിലൂടെ ദൈവത്തെ ഇത്ര അടുത്ത് നമുക്ക് അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇത്രയും നാളും നമ്മൾ. പക്ഷെ ദൈവത്തെ ഇത്ര അടുത്തറിയാനും പറ്റുമെന്ന് ഈ ഉടമ്പടിയിലൂടെയാണ് മനസ്സിലായത്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആയിരിക്കട്ടെ. എൻ്റെ പേര് ഡാനിയ തങ്കച്ചൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ ചെമ്മണ്ണാറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഡിസംബർ 13-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് എൻ്റെ കരം പിടിച്ചു. അവിടുത്തെ പിടിച്ച കരത്തിൻ്റെ ബലത്താൽ എനിക്ക് സാധിച്ചു കിട്ടി. അല്പം വൈകിയെങ്കിലും എനിക്ക് സാധിച്ചു കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഞങ്ങൾ നിലവിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾ ചെമ്മണ്ണാറ്റിലോട്ട് താമസം വന്നതാണ്. പുതിയതായിട്ട് സ്ഥലം വാങ്ങിച്ച് 13.5 സെൻറ്റ് സ്ഥലം, അതിൽ 8.5 സെൻറ്റിന് പട്ടയമുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഉണ്ടായിരുന്നു താനും. പക്ഷേ അത് റിസർവേ മുടങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് കരം കെട്ടാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കത് അറിയത്തില്ല. അതറിയാണ്ട് ഞങ്ങൾ 8 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. മൊത്തം 10 ലക്ഷമാണ് പറഞ്ഞിരുന്നത്. 2 ലക്ഷമാണ് പിന്നെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ആ 2 ലക്ഷമായിട്ട് കൊടുക്കാൻ വേണ്ടി പോക്കുവരവ് ചെയ്യാനായിട്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് റിസർവേ മുടങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെയുള്ളവർ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി, കൃപാസനം എന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്, നമുക്കവിടെ പോകാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, കേട്ടിട്ടുണ്ട്, എന്നാലും ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടക്കുന്ന സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഏതോ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനും വരാം എന്നുള്ള രീതിയിൽ ആ ചേച്ചിയാണ് എന്നെ പൈസ തന്ന് മുടക്കി ഇവിടെ കൊണ്ടുവന്നത്.
മാതാവിന് നന്ദി പറയുന്നു ഈ ഒരു പുണ്യ സന്നിധാനത്തിൽ വരാനൊത്തതിന്. ഇവിടെ വന്ന് ഞാൻ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു പോയി, കൃത്യമായിട്ട് വന്ന് പുതുക്കിപ്പോയി. ഇതിപ്പോൾ 10ാമത്തെ തവണയാണ് എൻ്റെ പുതുക്കൽ. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ പറഞ്ഞ സ്ഥലം പോക്കുവരവ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം പേരിലോട്ടാക്കാനുള്ള കൃപ അമ്മ മാതാവ് ചെയ്തു തന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്വന്തം പേരിലായി കരം കെട്ടി അതുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വന്നത്. ഈ മേടിച്ച വസ്തുവിൽ ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പറമ്പിൻ്റെ 4 മൂലയ്ക്കും കൊണ്ട് ഇടുകയും വീടിന് ചുറ്റുമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കും മുട്ടിനും ഒക്കെ കൊണ്ട് ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ ഇട്ടതുകൊണ്ട് അതും അതിൻ്റെ ഫലമായിട്ടും കൂടിയാണ് നടന്നതെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യം 19 വർഷം വെച്ചതോളമായി. എനിക്ക് എൻ്റെ മൂത്ത മോൾക്ക് 20 വയസ്സായി. അവളുണ്ടായപ്പോൾ ഒരു അലർജിയോടുകൂടിയാണ് ജനിച്ചത്. അവളിൽ നിന്നത് എനിക്ക് കിട്ടിയതാണ്. രാവിലെയും വൈകിട്ടും ഭയങ്കര തുമ്മലും ചീറ്റലുമാണ്. അത് ഒരു തുമ്മൽ തുമ്മിയാൽ പിന്നെ മൂക്കിക്കൂടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് ഉടമ്പടിയിൽ നിയോഗമൊന്നും വെച്ചിരുന്നില്ല. ഞാൻ പക്ഷെ മറന്നും പോയി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്കിപ്പോൾ തുമ്മലും ഇല്ല, ചീറ്റലും ഒന്നുമില്ല, ഒരു ചൊറിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെൻ്റെ ഒരു രോഗസൗഖ്യം. ഈ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതുകൊണ്ട് കിട്ടിയതാണ്. ഞാൻ നിയോഗം വെച്ചിരുന്നതല്ല. പിന്നെയുള്ളതൊരെണ്ണം ചെവിയുടെ ബാലൻസ് പോകുന്ന ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു. ആ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാനത് ഉടമ്പടി എടുക്കാൻ വന്നതല്ല, കൂട്ടത്തിൽ വന്ന ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് എടുത്തിട്ട് പോയതാണ്. അന്ന് എടുത്തത് കൊണ്ട് എനിക്കതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചില്ല, അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉറക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും വീണ്ടും നന്ദി പറയുന്നു. ഈ അവസരം ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നു. ചെവിയുടെ ബാലൻസിൻ്റെ അസുഖം മാറി. അത് പിന്നെ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അത് മാറുന്നതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് ആത്മീയമായിട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഈ അനാഥാലയങ്ങളിലൊക്കെ പോയി ചെയ്യാനും പെറുക്കാനും ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട്. ഒരമ്മച്ചിക്ക് ഞാൻ 1 മാസം അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ അവരെ ശുശ്രൂഷിച്ചിരുന്നു. പിന്നെ ഒരമ്മച്ചീനെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു. ഞാൻ ആ ചേച്ചിക്ക് വീട്ടിൽ പോയി അതിന് വയ്യാത്ത സമയത്തൊക്കെ പോയി ഫുഡുണ്ടാക്കി കൊടുക്കുകയും വീടൊക്കെ നടിച്ച് വാരി തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ പോലും പിന്നെ ഫുഡ് മാസത്തിലൊന്ന് എനിക്ക് അങ്ങനെ കൊണ്ട് കൊടുക്കാനൊരു വരുമാനവും ഒന്നുമില്ല. ഭർത്താവിൻ്റെ ഒരാളുടെ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്ന കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പം എനിക്ക് പിന്നെ സാക്ഷ്യത്തിൽ ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. എന്നാലും ഞങ്ങളുടെ ഇടവകയിലെ SH സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ അവർ എനിക്കൊരു കുഞ്ഞ് സഹായം ചെയ്തു തന്നിരുന്നു. ആട്ടിനെ വളർത്താനായിട്ട് ആട്ടും കൂടെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആദ്യം കുറച്ച് പൈസ തന്നു. അത് ഞാൻ ആട്ടും കൂടെ ഉണ്ടാക്കി. ഹസ്ബൻഡ് അതിൻ്റെ പണി അറിയാവുന്നത് കൊണ്ട് അത് ഉണ്ടാക്കി. പക്ഷേ അതിന് ആടിനെ വാങ്ങിക്കാൻ പൈസ തികഞ്ഞില്ല. അപ്പം തിരിച്ച് 25,000 രൂപയാണ് തരുന്നത്. 1 വർഷം കഴിയുമ്പം 12,500 രൂപ തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനെ തന്നു. അപ്പോൾ അതെനിക്ക് ആ സമയത്ത് എനിക്ക് 5,000 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആശുപത്രി പോക്കും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുള്ളൊരു നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാനൊരു അവധി ചോദിച്ചു. അപ്പോൾ അന്നത്തെ മദർ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, പ്രൊവിൻഷ്യൽ ഹൗസിലോട്ട് ചോദിക്കട്ടെ, നിൻ്റെ സാഹചര്യം ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവരെനിക്ക് ഒരിക്കൽ കൂടി എനിക്ക് ആ തുക തന്ന് എന്നെ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതോടുകൂടി ഞാൻ അടയ്ക്കാനുണ്ടായിരുന്ന പൈസ ഒഴിവാക്കി ബാക്കി എനിക്ക് 17,500 രൂപ എനിക്ക് തിരിച്ചു തന്നു. ആ പൈസയ്ക്ക് ഞാൻ വന്ന് ഒരാടിനെയും 2 കുഞ്ഞുങ്ങളെയും വാങ്ങിച്ചു. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കാതെ എനിക്ക് ഇങ്ങോട്ട് തന്നൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവ് ഇടപെട്ടത് കൊണ്ടാണ് അത് തന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കുഞ്ഞ് സംരംഭക എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും ഒരു കുഞ്ഞ് വരുമാനമുള്ളൊരു വീട്ടമ്മയായിട്ട് മാറി. ആ ആടിനെ കുഞ്ഞുങ്ങളെ വളർത്തിയാണ് ഞങ്ങൾക്ക് ഇന്ന് കുടുംബത്തിൽ എൻ്റെ ഭർത്താവിന് ഒരു കുഞ്ഞ് സഹായമായിട്ട് കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്നും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്നും മാസത്തിലൊരിക്കൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട്, സൺഡേ സ്കൂൾ കുട്ടികളെയും കൊണ്ട് അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ അവർ ഫുഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ അതിന് പള്ളിക്കകത്ത് ഒരു പാത്രം വെച്ചിരിക്കാൻ സാധിക്കുന്നവർക്ക് എന്തെങ്കിലും സാധിക്കുന്നത് പോലെയുള്ളത് അതിനകത്ത് ഇടാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ആഴ്ചയിലൊന്നും പറ്റിയില്ലെങ്കിലും മാസത്തിലൊരിക്കൽ എനിക്ക് കിട്ടുന്നതിൽ നിന്നുള്ള കുഞ്ഞു വരുമാനത്തിൽ നിന്ന് ഓരോ ഓഹരി ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. പിന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞായറാഴ്ച കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. മുടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് മാറ്റിവെച്ച് ഞാൻ കുർബാനയ്ക്ക് കൃത്യമായിട്ട് കുർബാനയ്ക്ക് പോകും. കുടുംബ പ്രാർത്ഥനകൾ ചില സമയത്ത് കുടുംബ പ്രാർത്ഥന മുടങ്ങാറുണ്ട്, പക്ഷേ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാനങ്ങനെ മുടക്കാറില്ല. ഇത്രയും
കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവിനെ ഇത്ര അല്പം താമസിച്ചാലും നമ്മളെ മാതാവ് അനുഗ്രഹിക്കാതെ കൈവിടില്ല, നമ്മളെ താങ്ങി നടത്തും. അന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാനിത് പറയുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഞാനും എൻ്റെ ഹസ്ബൻഡും തിരുകുടുംബ ദേവാലയം നസറത്ത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. എൻ്റെ അനിയത്തി സാന്റക്രൂസ് ബസിലിക്ക ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ 2025 ജൂൺ 12-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചായിരുന്നു. ബിലിറൂബിൻ്റെ കൗണ്ട് വളരെയധികം കൂടുതലായിരുന്നു, 52 ആയിരുന്നു. 2 ആശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുപോയെങ്കിലും 2 ആശുപത്രി തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ് പിന്നീട് എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അന്നേരം ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു സർജറിയോ അതല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിന് ഉറപ്പായിട്ടും ഡാമേജ് ആയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ്. പക്ഷേ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാനൊരു അധ്യാപികയാണ്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ വഴി കൃപാസന അമ്മയുടെ തൈലം അവർ കൊണ്ടുവന്ന് പൂശി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒത്തിരി മാറ്റമുണ്ടായി. ഒരാഴ്ച കൊണ്ട് തന്നെ 52-ൽ നിന്നും ICUവിലുണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡ് 3 ദിവസത്തിനുള്ളിൽ പുറത്ത് വരികയും 52 ബിലിറൂബിൻ കൗണ്ട് ഉണ്ടായിരുന്നത് 35-ലേക്ക് വന്ന് പിന്നീട് അങ്ങാട് ഓരോ പ്രാവശ്യവും ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ അത്ഭുതം എന്ന് പറയുന്നത് പോലെ 32, 28 അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഹെപ്പറ്റൈറ്റിസ് എ സെപ്റ്റംബറിനുള്ളിൽ പൂർണ്ണമായി സുഖപ്പെട്ടു. ഇത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തിരികെ ഒരു പുതിയ ജീവിതം അദ്ദേഹത്തിന് നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്. കാരണം ആ ജൂൺ 12-ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തിരികെ അദ്ദേഹത്തെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയതല്ല. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് തിരികെ ഒരു വിധ സർജറിയോ മറ്റ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് തിരികെ ഇതുപോലെ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി പറ്റിയത്. ഇതിനിടയിൽ എൻ്റെ അനിയത്തി പുള്ളിക്കാരത്തിക്കും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട്, പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ പൂർണ്ണമായി സുഖപ്പെട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെയുണ്ട്. പിന്നെ ഒക്ടോബർ മാസത്തിൽ എൻ്റെ അനിയത്തി കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഒരു ദിവസം ഇറങ്ങിയപ്പോഴേക്കും ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴേക്കും ഇടത് കൈ ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ഈ ഈ ഭാഗം ഇങ്ങനെ കയറി മേലോട്ട് പോകണമായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ റഷ് ചെയ്തപ്പോഴേക്കും അവർ കൺഫേം ചെയ്ത് പറഞ്ഞത് ഇടത് കൈ ഡിസ്ലൊക്കേഷനായി, ഇനി ഫ്രാക്ചർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമെന്നാണ്. അതിനുവേണ്ടി ടെസ്റ്റ് എടുത്തപ്പോഴേക്കും എൻ്റെ അനിയത്തി കരഞ്ഞുകൊണ്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്, അമ്മ തന്നെ എനിക്ക് ഈ വേദന ഇപ്പം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഈ വേദന ഇനി മാറ്റിത്തരണം, അതുമാത്രമല്ല ഡിസ്ലൊക്കേഷനും അമ്മ തന്നെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് പോലെ തന്നെ എക്സ്റേ എടുത്തപ്പോഴേക്കും ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ട് തിരികെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ചറും ഇല്ല, ഡിസ്ലൊക്കേറ്റ് ആയ ഇടത് കൈ താനേ വന്നിട്ട് തിരികെ നോർമൽ പൊസിഷനിലേക്ക് വന്നു എന്നാണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതമായി തന്നെ തോന്നിയൊരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ കണ്ണു മുന്നിലാണ് ഈ കൈ മടങ്ങി മേലോട്ട് കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടത്. സോ അത് മാതാവിൻ്റെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വലിയ അത്ഭുതമായി ഞങ്ങൾ കാണുന്നു. പിന്നെ ഇതുകൂടാതെ ലൈസൻസും അവൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഷോർട്ടായ ഒരു പീരീഡിലാണ് അവൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചത്. ടെസ്റ്റിന് പോകുന്ന അന്ന് കൂടി കാലത്ത് പ്രാക്ടീസ് ചെയ്തപ്പോൾ അവൾക്ക് കറക്റ്റായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ മാതാവിനെ മാത്രം വിശ്വസിച്ചും ഇവിടെ അച്ഛൻ എപ്പോഴും ഡെയിലിയും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് പോലെ തന്നെ അവൾ അത് വിശ്വസിച്ച് മാതാവിനെയും വിശ്വസിച്ച് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് എടുത്തതും വണ്ടി നല്ല രീതിയിൽ അവൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി, ഓടിച്ചു, ടെസ്റ്റ് ക്ലിയർ ചെയ്തു. തിരികെ വീട്ടിൽ വന്നപ്പോഴും മാതാവിൻ്റെ അത്ഭുതം പോലെ തന്നെ മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് വീട്ടിൽ അനുഭവപ്പെട്ടു. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എ കഴിഞ്ഞ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ പടി കയറി വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മച്ചിക്കോ മറ്റാർക്കോ വന്നിട്ട് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയില്ല. എനിക്കും എൻ്റെ അനിയത്തിക്കും നല്ല രീതിയിൽ ഞങ്ങൾ നടക്കുന്ന പാതയിലെല്ലാം മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് ഒത്തിരി നല്ല രീതിയിൽ അനുഭവപ്പെട്ടു.
അതും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു, ഞങ്ങളെ വഴി നടത്തി ഓരോന്നും കറക്റ്റായി അതുവരെയും ചെയ്തു തന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഞങ്ങളുടെ അമ്മയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തിരുകുമാരനും ഞങ്ങളുടെ മാതാവും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. താങ്ക് യു. കാരുണ്യ പ്രവർത്തനമായി ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ എൻ്റെ ചുറ്റുപാടിലുള്ള കുട്ടികൾക്ക് ധനസഹായം, പഠിക്കുന്നതിനും മറ്റു വിഷയങ്ങൾക്കുമായിട്ടുള്ള ധനസഹായമായിട്ട് ഞാനും എൻ്റെ അനിയത്തിയും ചെയ്തു വരുന്നുണ്ട് ഒരു സഹായം. പിന്നെ അതുകൂടാണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഒത്തിരി കഷ്ടപ്പെട്ടു കാശിനായിട്ടും എല്ലാം. അപ്പോൾ അതുപോലെ ധനസഹായം ആവശ്യപ്പെട്ട് വരുന്ന ഓരോരുത്തർക്കും, രോഗികൾക്കുമായി വൃദ്ധജനങ്ങൾക്കുമായിട്ട് ഞങ്ങളൊരു തുക എല്ലാ മാസവും കരുതി വെച്ച് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. ഇതുകൂടാണ്ട് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി അത്യാവശ്യമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് നൽകി പോരുന്നു. 1000 നന്ദി മാതാവ്. നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് കൃപാസനം പ്രസാദമര മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന്, രണ്ടാമതും എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതം ഈശോയെ മഹത്വപ്പെടുത്തണ അനുവദിക്കണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. 2019 ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ കൃപാസനത്തെപ്പറ്റി അധികം ആരും അറിഞ്ഞിട്ടുമില്ല. എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയിട്ടുമില്ല. 2019 എനിക്ക് യൂട്യൂബോ വാട്സപ്പോ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. ഞാൻ വീട്ടിൽ വളരെ ഒതുങ്ങിക്കഴിയുന്ന ഒരാളായിരുന്നു. ഹസ്ബൻഡ് വിളിക്കുന്നിടത്ത് പോവും എന്നുള്ളതല്ലാതെ പ്രാർത്ഥനയ്ക്ക് പോവുമോ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് വാട്സപ്പ് യൂട്യൂബ് ഒന്നും ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. എനിക്കാരും വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടുമില്ലായിരുന്നു. എനിക്ക് ചെറിയൊരു ശാരീരികമായ അസ്വസ്ഥത അന്നുണ്ടായ സമയത്ത് ഒരു എൻഡോസ്കോപ്പി ആവശ്യമായിട്ട് വന്നു. ആ സമയത്ത് ഞാൻ വളരെ വീക്കായിപ്പോയി. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എൻഡോസ്കോപ്പി പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഹസ്ബൻഡ് പുറത്തു പോവും. എൻ്റെ മകന് +2 പഠിക്കുകയാണെന്ന്. അപ്പോൾ അവൻ സ്കൂളിൽ പോകുമ്പം ഹോട്ടലിൽ ഫുഡാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. എനിക്ക് ആഹാരം വയ്ക്കാനൊന്നും ഒക്കത്തില്ല. ഞാൻ ഈ സോഫയിൽ കിടന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ കൗണ്ടർ ആ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ കിടന്ന് ഞാൻ നന്നായിട്ട് മാതാവിനോട് മാധ്യസ്ഥം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞ്. അപ്പോൾ എൻ്റെ ചെവിയിൽ കൃപാസനത്തിൽ വന്ന് അന്ന് കേട്ട്. ഇന്ന് പക്ഷേ അത് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കേൾക്കുന്നത് കൃപാസനമെന്നാണ്. അപ്പോൾ ഈ കൃപാസനം എന്ന് കേട്ട ഉടനെ ഞാൻ എണ്ണിട്ടിരുന്നിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത്, എൻ്റെ പള്ളിയിലെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ തുമ്പോളിയിലുള്ള സിസ്റ്ററായിരുന്നു. സിസ്റ്റർ ഇപ്പോൾ മരിച്ചുപോയി. സിസ്റ്റർ എന്നോട് വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ സൺഡേയിലെ കുർബാന കഴിയുമ്പോൾ സിസ്റ്റർ എനിക്ക് കുറേ ബുക്കുകൾ കൊണ്ടുവന്ന് തരും. കുറേ ചോക്ലേറ്റും തരും, കുറേ ബുക്കുകളും തരും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അന്ന് അത്രയും വലിയ പ്രാർത്ഥനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബുക്കുകളൊക്കെ ഞാൻ കൊണ്ടുവന്ന് കബോർഡിനകത്ത് വെക്കും. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് സിസ്റ്റർ എൻ്റെ കയ്യിൽ എന്തോ ഒരു പേപ്പർ മടക്കി തന്നതുപോലെ ഒരു ഓർമ്മ വന്ന് ഞാൻ പോയി കബോർഡ് തുറന്ന് നോക്കിയപ്പം ഒരു കീറിയ കൃപാസനം പത്രമാണെന്ന് സിസ്റ്റർ എനിക്ക് തന്നത്. സിസ്റ്റർ തന്നിട്ടത് കൃപാസനം പത്രമാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബിൻ്റെ എല്ലാം അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഉടമ്പടിയെപ്പറ്റി വായിച്ചു. പിന്നെ ഞാൻ യൂട്യൂബ് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ആ യൂട്യൂബിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈവനിങ്ങിലെ പ്രാർത്ഥനയൊക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞ്, എന്നെ ഈ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി എടുത്തിട്ട് എൻഡോസ്കോപ്പിക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, നമുക്ക് ആദ്യം എൻഡോസ്കോപ്പിക്ക് പോകാം, പിന്നെ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനൊരു 3-4 ദിവസം ചൊല്ലി ഹസ്ബൻഡിന് മനസ്സുണ്ടാകണേന്ന് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് 3 പേരുമായിട്ട് വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ അപ്പോൾ കിംസിലാണ് എനിക്ക് ആദ്യം എൻഡോസ്കോപ്പി പറഞ്ഞത്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നിന്നെ കണ്ടിട്ട് പോകാനാണ് തീരുമാനമെന്ന് വെച്ചു. ഞങ്ങൾ ആസ്റ്ററിൽ പോയപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എൻ്റെ എൻഡോസ്കോപ്പിയിൽ അങ്ങനെ ക്യാൻസറിൻ്റെ ഒരു അംശമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മരുന്നിൽ അതങ്ങ് മാറി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾ നിയോഗത്തിന് വേണ്ടിയിട്ടല്ല പുതുക്കുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെ ഉടമ്പടി എടുപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എങ്ങനെ പ്രാർത്ഥനയിലോട്ട് മുന്നോട്ട് വരണമെന്നുള്ള ഇതിലോട്ട് അങ്ങ് മാറിപ്പോയി. ഒരു നിയോഗവും ഞങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെ അങ്ങനെ അതിനുശേഷം എനിക്ക് സാക്ഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ഉടമ്പടിയിൽ ഇങ്ങനെ മുന്നോട്ട് ഈ കാരുണ്യപ്രവൃത്തിയിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഡിസംബറിൽ എൻ്റെ വയറിലൊരു വേദന വന്നു. വയറിൽ വേദന വന്ന സമയത്ത് എനിക്ക് കുനിയാനും നൂരാനും ഒന്നും പറ്റാത്തൊരു വേദന. ഞാനത് വീട്ടിൽ പറയും. അന്നേരം ഹസ്ബൻഡും ഭയങ്കര അസ്വസ്ഥമായിരുന്നു. ഇതെന്തോ ഇങ്ങനൊരു വേദനയെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് അപ്പൻഡിസൈറ്റിസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സർജറി ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ. അങ്ങനെ ഞങ്ങളൊരു ഗ്യാസ്ട്രോ സർജനെ കാണാൻ പോകുമ്പം ഈ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇതെന്തിനാണ് നിങ്ങളിവിടെ വന്നത്, ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ വേദന മാറിയില്ല. എനിക്ക് അതേ വേദന അങ്ങനെ നിന്നു.
നിന്നപ്പോൾ എൻ്റെ സഹോദരൻ 1 വർഷമായി മരിച്ചു പോയിട്ട് ലിവർ ക്യാൻസറായിട്ടാണ് മരിച്ചത്. അപ്പൻ്റെ അനിയനും അങ്ങനെ തന്നെയാണ് മരിച്ചത്. അപ്പോൾ അവനെ ചികിത്സിച്ച് അതേ ഗ്യാസ്ട്രോയിലെ ഡോക്ടറെ അടുത്ത് എന്നെ ഹസ്ബൻഡ് കൊണ്ടുപോയി. ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 2002 മുതൽ എനിക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്. ആ സ്കാനിങ്ങിൽ എനിക്ക് ഫാറ്റി ലിവറാണ്, ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവറാണ്. അത് ഈ ഡിസംബർ വരെ ചെയ്ത സ്കാനിങ്ങിൽ ഫാറ്റി ലിവറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ബ്രദർ ഇങ്ങനെ മരിച്ചതുകൊണ്ടും ബ്രദറിന് ഫാറ്റി ലിവർ സിറോസിസ് ട്യൂമറായിട്ടാണ് വന്നത്. അപ്പം നിനക്ക് സിറോസിസ് ആയി കാണും, അതുകൊണ്ട് ഒരു ഫൈബ്രോ സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിറോസിസ് ആയെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദറിനെ അറിയാവുന്നതുകൊണ്ട് ഡോക്ടർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ എണ്ണീറ്റപ്പോൾ ഡോക്ടറിൻ്റെ തോളെ പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, സിറോസിസ് ആണെങ്കിൽ ഞാൻ നിനക്ക് ഡയറ്റൊക്കെ തരാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഈശോയുടെയും ഈ കൃപാസന അമ്മയുടെ വലിയ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അമ്മയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭവനമാണത്. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥന എല്ലാവരെയും വിളിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ്, മാതാവേ, എൻ്റെ ബ്രദറിന് ഇങ്ങനെ തന്നെയാണ് പോയത്. വീട്ടിലും ചില ആൾക്കാർക്ക് അങ്ങനെ ബന്ധുക്കളും അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു അസുഖം തരരുതേ, ഒരസുഖം തരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ ഈശോയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. പക്ഷേ ഈ ഒരു അസുഖം വന്നാൽ ഡയറ്റ് വലിയ പാടാണ്, എനിക്കറിയാം. ഞാൻ ഈ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് രോഗികളെ വിസിറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള രോഗികളുണ്ട്, എനിക്ക് അവരുടെയൊക്കെ വേദന കാണുമ്പോൾ വലിയ വിഷമമോ. അപ്പോൾ ആ ഡയറ്റൊന്നും ചിലപ്പോൾ എന്നെക്കൊണ്ട് പൂർത്തിയാക്കാനൊന്നും നോക്കത്തില്ല. ആരും എവിടെയെങ്കിലും പോയാൽ ആ ഡയറ്റൊന്നും നമുക്ക് പറ്റത്തില്ല. എനിക്ക് ഈ ഡയറ്റ് പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് എന്നെ ഈ സിറോസിസ് ഒന്നും ആവരുത്, അതിലോട്ട് എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 8 ദിവസം ഉണ്ടായിരുന്നു ആ ഫൈബ്രോ സ്കാനിൻ്റെ ഡേറ്റിന്. ആ അത്രയും ദിവസവും ഞാൻ രാവിലെയും വൈകിട്ടും ഈ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എല്ലാ മാസവും 18 വീട്ടിൽ പ്രേക്ഷിതം ചെയ്യുന്ന ഒരാളാണ്. പത്രം കൊടുത്ത്, പത്രവും ഉപ്പും എല്ലാം കൊണ്ടുപോയി അവരെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഉടനെ എനിക്ക് കോൺടാക്റ്റ് ചെയ്ത് തരും അവരുടെ നമ്പരൊക്കെ. ഞങ്ങൾ ഫൈബ്രോ സ്കാനിങ്ങിന് പോയി. എന്നെ ഫൈബ്രോ സ്കാനിന് വിളിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും കൈ വെച്ചിരുന്നു. ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വിളിക്കുമ്പോൾ ഞാൻ അത്രയും പേര് അവിടെ ഇരിപ്പുണ്ട് മെട്രോയിൽ. അവരുടെ മുമ്പിൽ ഇരുന്ന് തന്നെ ഞാൻ എൻ്റെ ഉടുപ്പ് പൊക്കിയിട്ട് ലിവറിൻ്റെ സൈഡിൽ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ചിട്ട് ഈ കാശുരൂപം എൻ്റെ ഇന്നറിനകത്ത് വെച്ചു. അപ്പോൾ എനിക്ക് പേടിയുണ്ട് അവരെ എടുക്കാൻ പറയുമോയെന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് എടുക്കരുത്, എൻ്റെ ലിവറല്ല അമ്മയുടെ ലിവർ വേണം പരിശോധനയ്ക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. പരിശോധന എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഈ 2002 മുതലുള്ള ഫാറ്റി ലിവർ എന്ന് പറയുന്ന അതുപോലും എനിക്കില്ല, സിറോസിസ് ഇല്ല. എൻ്റെ ലിവർ നല്ല പൂർണ്ണമായിട്ടും ആരോഗ്യമായിട്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു സാക്ഷ്യം കൂടെ അതിൽ മാതാവ് ഈശോയും തരാനുള്ളൊരു സാക്ഷ്യമായിരുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന അസുഖമുണ്ട്. കാരണം എൻ്റെ മകൻ ജനിച്ചപ്പോൾ അവൻ പല്ലോട് കൂടിയാണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് കാൽസ്യത്തിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാ 10 മാസം കൂടുമ്പോഴും എനിക്ക് സ്റ്റോണിൻ്റെ പെയിൻ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലാവും ഒരു ദിവസം. ഞാൻ ആ കാഷ്വാലിറ്റിയിലാവുന്ന സമയത്ത് തീവ്രമായ വേദനയാണ്. പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ വേദന സഹിക്കാനൊക്കെ ഉള്ള കഴിവ് ഈശോയമ്മയും തന്നിട്ടുണ്ട്. ഞാനത് ഉടമ്പടി കാശുരൂപം തന്നെ അപ്പോഴും കൈ വെച്ചേക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ രാത്രി അവിടെ കിടക്കണം, അവർ ട്രിപ്പിടും. പിറ്റേ ദിവസം അവർ പറയും യൂറോളജിയെ കാണാൻ പറയും, ഞങ്ങൾ പോവും. പക്ഷേ മരുന്നൊന്നും ഇതുവരെ എടുക്കുമോ, ഒരു സർജറിക്ക് പറഞ്ഞിട്ട് ഈ തൈലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സർജറി എല്ലാം മാറിപ്പോയിട്ടുണ്ട്. എന്നാലും 9 വർഷമായിട്ട് ഈ 10 മാസം കൂടുമ്പോൾ എനിക്കിങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴും ഇതുള്ളപ്പോഴും എൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ജനുവരിയിൽ ഒരു കുട്ടികളില്ലാത്തൊരു ദമ്പതികളെ ഇവിടെ അച്ഛനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അവരച്ഛനെ കാണാൻ കയറിയ സമയത്ത് ഞാൻ ആ ആരാധനാ ചാപ്പലിൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പം ഞാൻ അവരെ നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ അന്നേരം എനിക്ക് കിഡ്നിയുടെ സൈഡ് ഇടയ്ക്കിടയ്ക്ക് വേദന, എപ്പോഴും വേദനയാണ്, കഴച്ചൊരു വേദനയാണ് അത്. അപ്പം ഞാൻ പറഞ്ഞ്, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മാത്രമേ ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതായിരിക്കാം ഇത്. എൻ്റെ ശരീരത്തെ കല്ലെടുത്ത് മാറ്റാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കത് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിലിരിക്കുന്ന എണ്ണ എടുത്ത് ഞാൻ എൻ്റെ കിഡ്നിയുടെ സൈഡിൽ കുരിശ് വരച്ചിട്ടാണ് പോയത്. ഞാൻ ഈ ഫൈബ്രോ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് അതിൽ റിസൾട്ട് വന്നേക്കുന്നത് എൻ്റെ 2 കിഡ്നിയിലും ഒരു സ്റ്റോണും ഇല്ല. 9 വർഷമായിട്ട് 10 മാസം സ്കാൻ ചെയ്യുമ്പോൾ 3 mm 4 mm ഇങ്ങനെ സ്റ്റോണുണ്ട്. അതിൻ്റെ വേദനയുണ്ട്, കാരണം നമ്മൾ വേദനയങ്ങ് സഹിച്ചു പോവുക. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യമായിരുന്നു അങ്ങനെ കിട്ടിയത്. പിന്നെ ജനുവരി 1-ാം തീയതി ഞങ്ങളിവിടെ വേറെ ഒരു ആളെ ഒരു രോഗി അച്ഛനെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത്
എൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊരു കുട്ടി സാക്ഷ്യം പറയാൻ ഇവിടെ കയറി, ഒരു ജർമ്മൻ ലാംഗ്വേജിൻ്റെ സാക്ഷ്യം പറയാൻ കയറിയപ്പോൾ ഈ സാക്ഷ്യം കണ്ടിട്ട്, സാക്ഷ്യം കഴിഞ്ഞ് ഇവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പം അവരെ കൂടെ വന്ന ഒരു 7-8 അക്രൈസ്തവരുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത്. അവരെല്ലാം കൂടെ എന്നെ കൂടിയിട്ട് പറഞ്ഞു, നമുക്കൊരു ഗ്രൂപ്പ് കൃപാസനമ്മയുടെ പേരിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ജനുവരി 1 ആ ഗ്രൂപ്പ് ഉണ്ടാക്കി. 14 പേരുണ്ട്. 12 പേര് എപ്പോഴും പ്രാർത്ഥനയാണ് സജീവമായിട്ട് വാട്സപ്പിൽ. അപ്പോൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് അഖണ്ഡ ജപമാല പിടിക്കാൻ ഞാനിവിടെ വന്ന് സാറിനെ കണ്ടു, PR സാറിനെ കണ്ടു. സാറ് ഞങ്ങൾക്ക് ബ്ലസ് ചെയ്ത് അഖണ്ഡ ജപമാല തന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ബ്ലസ് ചെയ്തൊക്കെ വിട്ട് ഞങ്ങൾ അഖണ്ഡ ജപമാല പിടിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ സൗണ്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. സൗണ്ട് എനിക്ക് എത്ര സംസാരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് വേദനയാണ്, സൗണ്ട് വരത്തില്ല. ഒരു കീന്നൊരു സൗണ്ടേ പുറത്തോട്ട് വരൂ. അല്ലെങ്കിൽ ഒരിച്ചിരി സൗണ്ട് വരണമെങ്കിൽ ശക്തമായിട്ട് അത്രയും സംസാരിക്കണമല്ലോ, മൈക്കിലൊക്കെ സംസാരിക്കുന്നവരെ സംസാരിക്കണം. അപ്പോൾ എനിക്ക് അഖണ്ഡ ജപമാല ചൊല്ലാൻ പറ്റിയില്ല, അവരുടെ കൂടെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ അക്രൈസ്തവരൊക്കെ ഒരുപാട് സൗണ്ടിലിങ്ങനെ വിശ്വാസത്തോടെ ചൊല്ലുന്ന കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നങ്ങ് കരയുമായിരുന്നു. മാതാവേ, എനിക്ക് മാത്രം ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഈ സൗണ്ട് എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഒരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ തലേ ദിവസമല്ലേ ഇതിങ്ങനെ ആയിപ്പോയതെന്നൊക്കെ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിനക്ക് തരാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. പക്ഷേ എനിക്ക് സൗണ്ട് വന്നില്ല. ആ മാസം തന്നെ ഞങ്ങൾ 4 പ്രാർത്ഥന ചെയ്തു വീട്ടിൽ. അതെല്ലാം എൻ്റെ വീട്ടിലായിരുന്നു ആ പ്രാർത്ഥനയെല്ലാം, 13 പേരും. 4 പ്രാർത്ഥന ചെയ്തപ്പോഴും ഞാനിങ്ങനെ മൗനമായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി തിരക്കുള്ള ആളാണ്. അപ്പോൾ ആ മാസത്തിൽ അദ്ദേഹത്തിന് വലിയ തിരക്കായതുകൊണ്ട് എൻ്റെ ഈ സൗണ്ടിനെ പറ്റി ഒന്നും ചോദിക്കത്തില്ല. അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ച്, നിനക്കിങ്ങനെ സൗണ്ട് പോയല്ലോ. അപ്പോൾ വിചാരിക്കുന്ന തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ്, അത് പിന്നെ കാണിക്കുമ്പോൾ ശരിയാവുമെന്നും പറഞ്ഞായിരുന്നേ. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും FNAC എടുക്കാറുണ്ട്. ഈ 4 വർഷമായി എടുക്കുന്നത്. 3 വർഷം FNAC എടുത്തപ്പോൾ നെഗറ്റീവാണ്, ഈ വർഷം മാത്രം എടുത്തില്ല. അപ്പോൾ FNAC എടുക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഈ കഴുത്തേൽ ഞാൻ തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, എൻ്റെ സൗണ്ടിങ് തിരിച്ചു തരണേ, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമായി സൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ FNAC ചെയ്യാനായിട്ട് എൻഡോക്രൈനോളജിൽ ചെന്നപ്പോൾ ഡോക്ടർക്ക് നല്ല പരിചയമായിരുന്നു ഞങ്ങളെ 3 വർഷം കൊണ്ട്. ഡോക്ടർ പറഞ്ഞ്, സിന്ധുവിന് എന്തോ വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ്, ആ സിന്ധുവിന് ഇപ്പോൾ എപ്പോഴും കംപ്ലൈൻറ്റാണ് ഡോക്ടറെ, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ കംപ്ലൈൻ്റ് അല്ല, എൻ്റെ സൗണ്ട് ജനുവരി 1 പോയതാണ്. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ സൗണ്ട് ഇല്ല. അപ്പോൾ ഡോക്ടർ ഉടനെ അവിടെ തന്നെ ENTയിൽ എൻഡോസ്കോപ്പിക്ക് തന്ന്. എൻഡോസ്കോപ്പി ചെയ്തപ്പം 2 തടുപ്പുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് പോയത്. അത് ചിലർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ 2 തടുപ്പും സർജറി ചെയ്യണം. സർജറി ചെയ്ത് കഴിഞ്ഞാലും ചിലർക്ക് പിന്നെയും സൗണ്ട് പോവാറുണ്ട്. ഒരുപാട് സംസാരിക്കുകയും ഇങ്ങനെ ആ സൗണ്ട് എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, നീ ഇനി ഗ്രൂപ്പിൽ അങ്ങനെ സൗണ്ട് എടുത്ത് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അതുകൊണ്ടാണ് നിൻ്റെ സൗണ്ട് പോയത്, നീ പെതുക്കെ പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മാതാവേ, പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് സൗണ്ട് വെച്ച് പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല, മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ. അത് ഏതെങ്കിലും ആരാധന ചാപ്പലിൽ ഇരിക്കുമ്പോൾ മാത്രമേ എനിക്കങ്ങനെ പറ്റൂ. അല്ലാതെ എൻ്റെ അമ്മയോട് എനിക്ക് പറയുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവർ 800 രൂപയുടെ ടാബ്ലറ്റ് തന്നിട്ട് ഡോക്ടർ പറഞ്ഞ്, ഈ ടാബ്ലറ്റ് കഴിക്കുമെന്ന് പറഞ്ഞ്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 13 പേരെ ഞാൻ വാട്സപ്പിൽ കോളിൽ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മൾ ഇത്രയും പേര്, ഞങ്ങൾ 14 ഉടമ്പടിക്കാരാണ്, അത് അത്രയും പ്രേക്ഷിതം ചെയ്ത് ഉടമ്പടി എങ്ങനെയാണെന്ന് അറിഞ്ഞ് പോകുന്നവരാണ് അവർ. അവരോട് പറഞ്ഞു, ഞാൻ മരുന്നെടുത്തില്ല ഈ സൗണ്ട് വരത്തില്ല എന്നുണ്ടേ വേണ്ട, കൃപാസനത്തിൻ്റെ അൾത്താരയിൽ നിന്ന് എനിക്ക് സൗണ്ട് തിരിച്ചു തരാമെങ്കിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ആ മരുന്നെടുത്തില്ല, തൈലം മാത്രം തൊട്ട് പ്രാർത്ഥിച്ച്. പിന്നെ അവർ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അത്രയും ഉടമ്പടിക്കാരും അവർ ഓടി വന്ന് എൻ്റെ കഴുത്തേൽ അവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് അവർ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ച്, നീ എന്താ മരുന്നെടുക്കാത്തേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മരുന്നെടുക്കത്തില്ല, എൻ്റെ കൃപാസനം അമ്മ എനിക്ക് സൗണ്ട് തരുമെങ്കിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. ഒരു ഹസ്ബൻഡിന് വിശ്വാസമാണ്. പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു പോരായ്മ കൊണ്ടായിരിക്കാൻ ചോദിച്ചത്. ഈ ഫെബ്രുവരി 20-ാം തീയതി എൻ്റെ സൗണ്ട് പഴയതുപോലെ തിരിച്ചു വന്ന് ഞാൻ ഒരു മരുന്നും എടുത്തിട്ടില്ല. മരുന്ന് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ മറന്നു, പൊട്ടിക്കാതെ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും അമ്മ എന്നെ ഇങ്ങനെയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കൃപാസന അമ്മയെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ടുവരാനും പിന്നെ ഉടമ്പടി എടുക്കാൻ മുടങ്ങിക്കിടക്കുന്നവരുണ്ട്, അങ്ങനെ കൊണ്ടുവരാനും ഒക്കെ ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡ് ഞാനും കൂടെ ഒരുമിച്ചാണ് പ്രേക്ഷിതം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പരിഹാസമുണ്ട്. കൃപാസന അമ്മയുടെ പേര് കിട്ടുന്ന പരിഹാസം എല്ലാം എനിക്ക് എൻ്റെ മേളിൽ പൂവായിട്ട് വീഴുന്ന പോലെ തോന്നുന്നത്. ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു.
ഞാൻ എൻ്റെ ഈ ബാഗിൽ ഇവിടുന്ന് കൃപാസന അമ്മയുടെ ഈ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. ഇതിൻ്റെ പേരിൽ ഞാൻ കേൾക്കുന്ന ആക്ഷേപവും പരിഹാസമൊക്കെ എനിക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ദിവസമാണ് ആ കിട്ടുന്ന പരിഹാസമൊക്കെ. ഒരുപാട് പേര് പരിഹസിക്കും, ഈ മാതാവിൻ്റെ ഫോട്ടോ എന്തിനാ ബാഗിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ ഒട്ടിക്കാൻ വൈകിപ്പോയെന്നാണ് ഞങ്ങൾ മറുപടി പറയുന്നത്. ഈ ബാഗ് പഴകിയിട്ട് പോലും ഇത് മാറ്റാൻ എനിക്ക് പറ്റത്തില്ല. അത്രമാത്രം ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അതിലൂടെ 20 പേരെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക. 20 പേരെ വെറുതെ അല്ല കൊണ്ടുവന്നത്, അവർ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് ആ 20 പേര് പിന്നെ 5 പേരെ വെച്ച് അവർ കൊണ്ടുവരിക ചെയ്യുന്നത്. ഞങ്ങൾ ജനുവരി 1-ാം തീയതി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങളിപ്പോൾ 2 മാസമായതേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്. ആ കാരുണ്യപ്രവൃത്തി ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്തത് വലിയൊരു കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ദരിദ്ര കുടുംബമുണ്ട്. അവർക്ക് ജപ്തി ചെയ്ത് അവരെ ഇറക്കി വിട്ടപ്പോൾ അവർക്ക് വീടില്ലാത്തതുകൊണ്ട് അവരൊരു ടാർപ്പ കെട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്തു കൊടുക്കുന്നവർക്ക്. അപ്പോൾ ആ പെങ്കൊച്ചിന് യൂട്രസ് ഔട്ടായിട്ട് 5 വർഷമായി സർജറിക്ക് പോകാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ 13 പേരും ചേർന്ന് 24,000 രൂപ പിരിച്ച് മെനഞ്ഞാന്ന് കൊടുത്ത് അവളെ SAT-യിലേക്ക് സർജറിക്ക് അയച്ചു. ഇന്ന് അവൾ സ്കാനിങ്ങിന് പോയിരിക്കുകയാണ്. അങ്ങനെ അത്രയും നല്ലതുപോലെ ചെയ്യുന്ന അക്രൈസ്തവരായിട്ടുള്ള കുടുംബങ്ങളാണ് അതിനകത്തുള്ളത്. അവരുടെ പ്രാർത്ഥന വലിയ പ്രാർത്ഥനയാണ്. അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം കൃപാസന അമ്മയോട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിതം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയത്ത് എല്ലാവരെയും പോലെ കാരുണ്യപ്രവൃത്തി, അച്ഛൻ പറയുന്നുണ്ടല്ലോ കാരുണ്യപ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഉടമ്പടി പൂർത്തിയാവത്തില്ല എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. പേരിനും വേണ്ടി ഒരു കുടുംബത്തെ സഹായിക്കും. പിന്നെ ഞങ്ങൾ 2019, 2025 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങൾ രോഗികളെ സന്ദർശിച്ച രോഗികളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ കൊണ്ടുപോയ രോഗിയുടെ വീട്ടിൽ തന്നെ നിരന്തരം സന്ദർശിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. ഭക്ഷണമില്ല എന്നറിയുന്നിടത്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കും. വസ്ത്രമില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് ഞങ്ങൾ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുകയും ഹോസ്പിറ്റലിൽ കൂടെ പോവുകയും, വായിക്കാൻ അറിയാത്തവരുണ്ട്, അതെല്ലാം വായിച്ചെടുത്ത് എല്ലാ ടെസ്റ്റുകളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. രണ്ടാമത് പിന്നെ അങ്ങനെ പോയ സമയത്ത് പിന്നെയും കാരുണ്യപ്രവൃത്തിയിൽ വേറൊരു മാറ്റം വന്നപ്പോൾ എനിക്ക് തോന്നി, ഉടമ്പടി എടുത്ത് ഒരുപാട് പേര് ഉടമ്പടി മുടക്കിയിട്ട് കാശുരൂപം പോലും എവിടാന്നറിയാതെ വീടുകളിലിരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ എല്ലാം വീടുകളിൽ പോയി അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. ആദ്യം അവർക്ക് അവരുടെ വീട്ടിൽ വെച്ചൊരു ക്ലാസ് കൊടുത്തു. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കി കാരുണ്യപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ പോയ മിക്ക ഭവനങ്ങളിലും 3-4 പുതുക്കിയവരുണ്ടായിരുന്നു. പക്ഷേ കാരുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവരെല്ലാം ഇന്ന് എൻ്റെ ഗ്രൂപ്പിനകത്തുണ്ട്. അവരാണ് മുന്നിട്ട് കാരുണ്യപ്രവൃത്തിക്ക് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ 2ാമത് പ്രേക്ഷിതം ചെയ്തത്. 3ാമത്തെ ഈ പ്രേക്ഷിതമായിട്ട് ഉള്ളതായിരുന്നു ഈ ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി. അക്രൈസ്തവരെ കൂടുതൽ പേരെ ഇതിലേക്ക് കൊണ്ടുവരികയും എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച പ്രാർത്ഥനകളെല്ലാം ഞാൻ അവരെ പഠിപ്പിച്ചു. 10 പേരോളം പേരെ ജപമാല പഠിപ്പിച്ചു, എങ്ങനെ ചൊല്ലണ്ടേന്നെല്ലാം പഠിപ്പിച്ചു. കുരിശിൻ്റെ വഴി ഈ സമയത്ത് അവർക്ക് അറിയത്തില്ലായിരുന്നു, അതെല്ലാം ചെയ്തു. ഞാൻ ലാറ്റിനാണ്, ഞങ്ങളുടെ പള്ളികളിലേക്ക് അവരെ കൊണ്ടുപോയി സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി. പിന്നെ ഞങ്ങൾ ഈ പ്രേക്ഷിതം എവിടെ ഉടമ്പടി മുടങ്ങിക്കിടക്കുന്നവരുണ്ടോ അവിടെ പോവും. പിന്നെ എന്നെ വിളിക്കും, മറ്റുള്ളവർ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറയും ഉടമ്പടി എടുക്കാൻ ഇങ്ങനൊരു കൊച്ചിനെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് എത്ര ദൂരെ ആയാലും പോകും. എൻ്റെ ഹസ്ബൻഡ് എത്ര ദൂരെ ആയാലും എന്നെ വിടും അതിന്. അവിടെ പോവും, അവരുമായിട്ട് സംസാരിക്കും. പക്ഷേ പത്രം പ്രേക്ഷിതം ചെയ്യാമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരെ ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. ആദ്യ സമയത്തൊക്കെ ഞാൻ എല്ലാവരെയും ഉടമ്പടി എടുപ്പിക്കുമായിരുന്നു. ഇപ്പം പത്രം പ്രേക്ഷിതം ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ. അങ്ങനെ അവരുമായിട്ട് ഇവിടെ ഞാൻ തന്നെ അവർക്ക് വണ്ടിക്കൂലി കൊടുത്ത് ഞാനിവിടെ കൊണ്ടുവരും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേര് സാമ്പത്തികമായിട്ട് ഈ എല്ലാ മാസവും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് അടുത്ത് അവരെ വീട്ടിൽ പോയി ഞാൻ ഇരിക്കും. ഈ പത്രമായിട്ട് അവിടെ പോയി ഇരിക്കും. അപ്പോൾ അവർക്ക് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് പ്രേക്ഷിതം ചെയ്യാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പത്രം വാങ്ങിക്കാനോ ഇവിടെ വരാനോ ഉള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് ഞങ്ങൾ 2 കെട്ട് പത്രം വെച്ച് അവർക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ പ്രേക്ഷിതം ചെയ്യാനായിട്ട് പോകും. എൻ്റെ നാട്ടിലിപ്പോൾ എനിക്ക് പ്രേക്ഷിതം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്രയും പേരെ കൊണ്ടുവന്ന് അവരെല്ലാം പ്രേക്ഷിതം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറെയുള്ള സ്ഥലങ്ങളിലേ പോകാൻ പറ്റൂ. പക്ഷേ ഞങ്ങൾ ഇന്നുവരെ എടുത്ത ഉടമ്പടിയിൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും പത്രം പ്രേക്ഷിതം ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിൽ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ OP-യിൽ കസേരയിൽ പത്രം കൂട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങളെല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ട് ആ വീട്ടിൽ ഞാൻ 10 മിനിറ്റ് ഇരിക്കും. കൃപാസനത്തെ പറ്റി സംസാരിക്കും, ഉടമ്പടി എന്താണെന്ന് സംസാരിക്കും, യൂട്യൂബിനകത്തുള്ള പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ അവരെ കേൾപ്പിക്കും. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പം അവരുടെ മനസ്സിൽ നിന്ന് വരും അവർക്ക് ഉടമ്പടി എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവരെ ഇവിടെ കൊണ്ടുവരും. അതാണിപ്പം ഈ പ്രേക്ഷിതമാണ് ഞങ്ങൾ ചെയ്യുന്നത്.
എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഇനിയുള്ള ജീവിതം ഈശോയും അമ്മയും മഹത്വപ്പെടുത്താനുള്ളതായിരിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സങ്കീർത്തനം 27:8 എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ.